അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ട്രെയിനിൽ വെച്ച് പാമ്പ് കടിയേറ്റു. ചൂടേറിയ ചർച്ച നമ്മളെല്ലാവരും കേട്ടവരാണ്. ഇനി കടിച്ചത് പാമ്പ് തന്നെയാണോ അതോ എലിയാണോ എന്നുള്ള ചർച്ച, അങ്ങനെ ഓരോരോരോ ചർച്ചകൾ അതേപോലെ വിശദീകരണങ്ങൾ ഓരോന്ന് കേട്ടു. അതൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇവിടെ നിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ച് അതിലേക്ക് ഇങ്ങനൊരു വിഷയവുമായി വരാനുള്ള കാരണം എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. മതമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അവർക്കെല്ലാവരും നിഷേധിക്കാതെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പാമ്പ് കടിക്കട്ടെ കടിക്കാതിരിക്കട്ടെ, അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്, എന്തു തന്നെയായാലും മുഴുവൻ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ആ നിലക്കുള്ള ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് അത്ഭുതകരമായ ചരിത്രങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹു അദ്ദേഹത്തെ നുബുവത്ത് നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ പ്രധാനിയായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാറ്റിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കാറ്റിനെ അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷിമൃഗങ്ങളുടെ സംസാരം കേൾക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അറിയാവുന്നതാണ് ഉറുമ്പ് സംസാരിച്ച കഥ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവാണ്. അദ്ദേഹത്തിന്റെ രാജസന്നിധിയിൽ ഒരുപാട് പ്രജകൾ പങ്കെടുക്കും. അതിൽ മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടാകും. അങ്ങനെ അവരുടെ പരാതി പറയും. ആ പരാതിക്കുള്ള പരിഹാരം അദ്ദേഹം നൽകുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് അവിടുത്തെ പ്രജകളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു പരാതിയുമായി വരികയാണ്. അങ്ങനെ അദ്ദേഹം കാര്യം അന്വേഷിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി ഇങ്ങനെ പറയുകയാണ്. ഞാൻ യാദൃശ്ചികമായി ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാനിടയായിട്ടുണ്ട്. അദ്ദേഹം എന്നും നോക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി എന്നെ ഒരുപാട് നേരം നോക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് അത് വളരെ അലോസരമായി തോന്നുന്നുണ്ട്. ആകയാൽ എനിക്ക് ആരാരുമില്ലാത്ത ഒരുപാട് വിദൂരമായിട്ടുള്ള ആരും എത്തപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എന്നെ എത്തിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അറിയിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഒരാളും എത്തപ്പെടാത്ത ഒരുപാട് വിദൂരമായിട്ടുള്ള ആളൊഴിഞ്ഞ പ്രദേശം അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ പിന്നീട് ഒരിക്കൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നീ ആളുകളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല നബിയെ, പിന്നെ എൻ്റെ പ്രജ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നബിയെ എന്ന് പറഞ്ഞ് അസ്റായീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, അത് നബിയെ, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ ലിസ്റ്റിൽ, അതായത് റൂഹ് പിടിക്കുന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പക്ഷേ അദ്ദേഹം മരണപ്പെടാനുള്ള സ്ഥലം ഒരുപാട് ദൂരെയാണ്. അദ്ദേഹം എത്ര രാത്രി സഞ്ചരിച്ചാലും എത്ര പകല് സഞ്ചരിച്ചാലും എത്തപ്പെടാത്ത അത്രയും വിദൂരമായിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഓർഡർ ഉള്ളത്. പക്ഷേ അദ്ദേഹം ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പകുതി പോലും എത്തില്ല. പിന്നെ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി. ഈ നിൽക്കുന്ന മനുഷ്യനെ തന്നെ അല്ലേ എനിക്ക് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ആലോചിച്ച് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ അവിടെ എത്തുന്നതിനേക്കാൾ അത്രയും വിദൂരമായ സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി എന്ന് ഈ മലാക
അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തിൽ ഒരു തുടക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനമുണ്ട്. ആ അവസാനം അവൻ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെയായിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഒരാൾക്കും മാറ്റം വരുത്തുവാനോ ഒരാൾക്കും തിരുത്തുവാനോ അതല്ലെങ്കിൽ ഒരാൾക്കും അതിനെ ചോദ്യം ചെയ്യുവാനോ ഒരധികാരവുമില്ല. അതിന് പല കാരണങ്ങളുണ്ടായേക്കാം.